കണ്ണൂർ കൂത്തുപറമ്പിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. കൂത്തുപറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, വീണ്ടും കണ്ണൂരിൽ നിന്നും ബോംബുകൾ കിട്ടുന്നു. പരക്കെ അന്വേഷണം നടക്കുകയും കണ്ടെത്തുകയും അല്ലെങ്കിൽ ഇത് ചെയ്തു എന്ന തരത്തിൽ അന്വേഷണം നടത്തുമെന്നൊക്കെ ഉറപ്പു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അതേ പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ ബോംബുകൾ വീണ്ടും കണ്ടെടുക്കുന്നത്. മോത്തി, തലശ്ശേരി എരഞ്ഞോളിയിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പറക്കാൻ പോയ ഒരാൾ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെ 5 ബോംബ് സ്ക്വാഡുകൾ കണ്ണൂരിലെത്തി വിവിധയിടങ്ങളിൽ പരിശോധന തുടരുകയാണ്. അങ്ങനെ കൂത്തുപറമ്പിൽ നടത്തിയ പരിശോധനയിലാണ് വഴിയരികിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ഇത്തരത്തിൽ 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തത്. ഉഗ്രശേഷിയുള്ള ബോംബുകളാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കിണറ്റിൻ്റെ വിട ആമ്പിലാട് റോഡിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു പരിശോധന. ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെയാണ് കൂത്തുപറമ്പ്, തലശ്ശേരി, മാഹി, മട്ടന്നൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. വയനാട്ടിൽ നിന്നും, കോഴിക്കോട് നിന്നും, കാസർഗോഡ് നിന്നും ഈ ബോംബ് സ്ക്വാഡുകൾ ഇവിടെ എത്തി. അങ്ങനെ മൊത്തം 5 ബോംബ് സ്ക്വാഡുകളാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നത്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ആളൊഴിഞ്ഞ പറമ്പിൽ സ്റ്റീൽ ബോംബുകൾ വീണ്ടും കണ്ണൂരിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നു. ഇപ്പോൾ ആളൊഴിഞ്ഞ പറമ്പിൽ അല്ലെങ്കിൽ വഴിയരികിലൊക്കെ തന്നെ നമുക്ക് ഭയമില്ലാതെ ധൈര്യപൂർവ്വം നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും തലശ്ശേരി, കൂത്തുപറമ്പ്, ന്യൂമാഹി പോലുള്ള ഇടങ്ങളിലാണ് ഇത്തരം സ്ഥിതിവിശേഷമുള്ളത്. ഏതായാലും 2 സ്റ്റീൽ ബോംബുകൾ കിട്ടിയിട്ടുണ്ട്. ഈ 2 ബോംബുകളും ഉഗ്രശേഷി ഉള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആരിവിടെ കൊണ്ടുവച്ചു എന്നോ ആരാണ് ഇത് നിർമ്മിച്ചതെന്നോ കണ്ടെത്താനോ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏതായാലും നേരത്തെ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ട കേസിൽ പോലും ആരാണ് ബോംബ് നിർമ്മിച്ചതെന്നോ കൊണ്ടുവച്ചതെന്നോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വീണ്ടും സമാനമായ സ്ഥിതിവിശേഷമാണ് കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുന്നത്. ഒരു പ്രദേശവാസി അന്ന് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിരുന്നു, ഒരു വനിത. അതിനുശേഷം ഒരുപാട് വാക്പോരുകൾ ഇതിൻ്റെ പിന്നിലൊക്കെ നടന്നു. അപ്പോഴൊക്കെയും പലരും എതിർത്തിരുന്നു, ഇതിനോട് പ്രതികരിച്ചത് ഇത് വെറുതെ പറയുന്നതാണെന്നും കാലങ്ങളായി അവിടെ ഇല്ലാത്തൊരാൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ കഴിയുക എന്ന തരത്തിൽ പലരും ഇതിനോട് പ്രതികരിച്ചു. പക്ഷേ അതൊക്കെ അവർ പറയുന്നത് ശരിവയ്ക്കുന്ന സംഭവം കൂടി ആവുകയല്ലേ ഇത് കണ്ടെത്തിയതോടുകൂടി? തീർച്ചയായിട്ടും. കാരണം കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഈ രീതിയിൽ ബോംബുകൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഉളവാക്കുന്നതെന്ന്. നേരത്തെ എരഞ്ഞോളി, അത് തലശ്ശേരിക്കടുത്തുള്ള സ്ഥലമാണ് എരഞ്ഞോളി, അവിടെയാണ് സ്ഫോടനം നടന്നത്. ഇതിപ്പോൾ തലശ്ശേരിയിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ മാറിയുള്ള കൂത്തുപറമ്പ് എന്ന സ്ഥലത്തെ വഴിയോരത്തെ, അതായത് റോഡിന് വഴിയരികിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് ഈ ബോംബുകൾ 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിരിക്കുന്നത് എന്നതാണ്. അതായത് പോലീസും ഒപ്പം തന്നെ സർക്കാരും പറഞ്ഞിരുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. അതായത് പോലീസ് ഓരോ സ്ഫോടനം നടക്കുമ്പോഴും ഈ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരും എന്ന് പറയുമെങ്കിലും അങ്ങനെ ഒരു തരത്തിലുള്ള പരിശോധന നടക്കുന്നില്ല എന്നതാണ്. അങ്ങനെ പരിശോധന നടക്കുന്നുണ്ടെങ്കിൽ ഈ ബോംബ് നിർമ്മിക്കുകയോ സൂക്ഷിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്ക ഉളവാക്കുന്നതെന്ന്. ആളുകളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായി ഒന്ന് പുറത്തിറങ്ങി ധൈര്യപൂർവ്വം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും തന്നെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ഏതായാലും ഈ എരഞ്ഞോളിയിലെ സ്ഫോടനത്തിൽ 85 വയസ്സുള്ളൊരു വയോധികനാണ് ജീവൻ നഷ്ടമായത്. അതിനുശേഷമാണ് കൂടുതൽ പരിശോധനകൾ നടത്താൻ പോലീസ് തീരുമാനിച്ചത്. ഏതായാലും അതിൻ്റെ ഫലമായി ഇപ്പോൾ 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആശങ്ക ഉളവാക്കുന്നത് പലയിടങ്ങളിലും സമാനമായ രീതിയിൽ അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ സംഘടനയ്ക്കോ ശക്തിയുള്ള കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ ബോംബുകൾ സൂക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കേന്ദ്രങ്ങളിൽ ചെന്ന് പരിശോധന നടത്താൻ പോലീസ് തയ്യാറാകുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ